രാജ്യത്തെ ഏറ്റവും അപകടകാരിയായ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നാണ് കിരൺ റിജു പറയുന്നത്. കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞത്. അല്ല, അത് കേന്ദ്രമന്ത്രി അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും അസംതൃപ്തനും ഇത്രയ്ക്ക് ഉത്തരവാദിത്വശൂന്യമായി പ്രവർത്തിക്കുന്ന ഒരാളും നുണ പറയാൻ ഇത്രയേറെ മടിയില്ലാത്തതുമായ ഒരാൾ വേറെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഇത്രയേറെ നുണ പറയുന്ന ഒരാൾ പൊതുജീവിതത്തിൽ. നമുക്ക് ആദ്യം മുതലെടുത്ത് നോക്കാം. ആദ്യം മുതൽ ഇദ്ദേഹം ആദ്യം പറഞ്ഞ് ചൗക്കിദാർ ചോർ ഹേ എന്നുള്ളതായിരുന്നു. തെളിവുണ്ടായിരുന്ന ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പറഞ്ഞുകൊണ്ട് വന്ന് തെളിവുണ്ടായിരുന്ന ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ വിവാഹം സംബന്ധിച്ചുള്ള ഇത് ഉന്നയിച്ചു. തെളിവുണ്ടായിരുന്നു ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ എന്ത് വന്ന് മോദി ജയിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ അഴിമതി കൊണ്ടാണെന്ന് വന്ന് തെളിവുണ്ടായിരുന്ന ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു. വോട്ടർ കമ്മീഷൻ അത് കണ്ട് SIR പറഞ്ഞ് SIRലെ ഏറ്റവും ഇത് ഇന്നത്തെ വാർത്തയുണ്ട്. ഏതാണ്ട് 13% കുറവാണ് ഗുജറാത്തിൽ സംഭവിച്ചേക്കുന്നത്. 7 ലക്ഷം വോട്ടർമാരെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഗുജറാത്ത് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇത്രയും കാലം പറഞ്ഞിരുന്നത്. ഇപ്പം അവസാനത്തേതാണ് എപ്സ്റ്റീൻ രേഖകളിൽ ഇവിടുത്തെ ഇന്ത്യയിലെ ചിലരുടെ പേരുണ്ട്. അതിൻ്റെ പേരിൽ അത് മോദി ആണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം ഇങ്ങനെ നിരന്തരമായി നുണ പറയുകയും ആ നുണ പരസ്യമായി പറയുകയും അത് ആവർത്തിക്കുകയും അത് കഴിഞ്ഞാൽ അതവിടെ ഉപേക്ഷിച്ചിട്ട് പോയി പുതിയൊരു നുണയിലേക്ക് പോവുകയും ചെയ്യുക എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലെ മിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെറികേട് കാണിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. മോദി ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറസ്പോൺസിബിൾ ഒപ്പോസിഷൻ ലീഡർ ഉണ്ടായി എന്നുള്ളതാണ്. ഇറസ്പോൺസിബിൾ ഒപ്പോസിഷൻ ലീഡറാണ്. അദ്ദേഹം എന്തോ ചവച്ചുകൊണ്ടാണ് പാർലമെൻറ്റിൽ നിന്ന് സംസാരിക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്തതാണ്. പാർലമെൻറ്റിനകത്ത് ഹൗസിനകത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാനും എന്തെങ്കിലും വല്ല മരുന്നുണ്ടെങ്കിൽ അത് കഴിക്കാനും അല്ലാതെ ചൂയിങ്കം അതുപോലുള്ള സാധനം ചവച്ചുകൊണ്ട് ഇരുന്ന് സംസാരിക്കാനുള്ള അവകാശമില്ല. അത് ഡെക്കോറത്തിനെതിരാണത്. അപ്പോൾ പിന്നെ പാർലമെൻറ്റിനകത്ത് പാലിക്കേണ്ട എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് താൻ എല്ലാ നിയമങ്ങൾക്കും അതീതനാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരുവ് ഗുണ്ടയുടെ സ്വഭാവം, ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഒരു തെരുവ് ഗുണ്ടയുടെ സ്വഭാവം പാർലമെൻറ്റിനകത്ത് കാണിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ശരിക്കും അതാണ്. കാരണം പാർലമെൻറ്റിനകത്ത് ചില ഡെക്കോറുണ്ട്, പ്രവർത്തനത്തിന് ചില രീതികളുണ്ട്, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സംരക്ഷണമുള്ളതുകൊണ്ട് തന്നെ സത്യമല്ലാത്തൊരാരോപണം അവിടെ ഉന്നയിക്കാനും പാടില്ല. എന്തായാലും നിങ്ങൾ എവിഡൻസ് വേണം. ഇത് ഒരു എവിഡൻസും ഇല്ലാതെ അസത്യം സത്യമാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇനി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ പുരോഗതികളെയും തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഒരു മാഫിയ സംഘം എങ്ങനെ പ്രവർത്തിക്കുമോ അതനുസരിച്ചാണ് അദ്ദേഹത്തോട് കൂടെ ചേർന്നവരും പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപദേശാവിനെയും സംഘടനാ സെക്രട്ടറിയെയും കഴിഞ്ഞ ദിവസം വന്ന ഇതിനേക്കാൾ ഒട്ടും മോശമല്ലാത്ത മണിശങ്കർ അയ്യർ വിശേഷിപ്പിച്ച വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും.
ഇതിനേക്കാൾ മോശമായ വാക്കിൽ ഒരു പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറിയെ വിശേഷിപ്പിക്കും ഒരാൾക്ക് റൗഡി, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? അതെ, വളരെ ഇതായിട്ടാണ്, വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. കെ.സി. വേണുഗോപാലിനെ റൗഡി എന്നാണ്. കെ.സി. വേണുഗോപാലിനെയാണ് പറഞ്ഞ റൗഡി. അതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് രാഹുലിനെ കുറിച്ച് ഐ എം നോട്ട് എ രാഹുലിയൻ എന്ന് പുള്ളി പറയുകയും ചെയ്തു. കാരണം ഇയാളെപ്പോലെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. ആ ഇറസ്പോൺസിബിൾ ആയ ഒരാളാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും നിൽക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരടിസ്ഥാനമില്ലാത്ത കാര്യത്തെ ആസ്പദമാക്കി വസ്തുതകളില്ലാതെ നരേറ്റീവ്സ് ഉണ്ടാക്കുക, അതിനെ കൺജക്റ്റേഴ്സ് എന്നാണ് പറയുക. അങ്ങനെ കൺജക്റ്റേഴ്സ് ഉണ്ടാക്കി പ്രവർത്തിക്കുകയും ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം തകർക്കാൻ കഴിയും എന്ന് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജോർജ് സോറോസാണ് രാഹുൽ ഗാന്ധിയുടെ ഗുരുനാഥൻ. ജോർജ് സോറോസിൻ്റെ പ്രചാരണം ഏറ്റിട്ടാണ് ബംഗ്ലാദേശ് തകർന്നു പോയത്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ മാറ്റം നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അവിടെ ബംഗ്ലാദേശിൽ യൂനസിനെ കൊണ്ട് ഇയാൾ കൊണ്ടുവരുന്ന ജോർജ് സോറോസ് കൊണ്ടുവരുന്ന ഒരു സാധനവും നടപ്പിലാക്കില്ല എന്ന് താരിഖ് റഹ്മാൻ പറഞ്ഞു കഴിഞ്ഞു. ഭരണഘടനാ പ്രകാരമേ നടപ്പിലാക്കാൻ കഴിയൂ, അല്ലാണ്ട് ഭരണഘടന ബാഹ്യമായി നിലവിലില്ലാത്തൊരു കൗൺസിലിൻ്റെ പേരിൽ ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള തീരുമാനമാണ്. കാരണം നിലവിലൊരു ഭരണഘടന ഉണ്ടെങ്കിൽ ആ ഭരണഘടന അനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ടാണ് അദ്ദേഹം താരിഖ് റഹ്മാൻ ഇന്നലെ പറഞ്ഞത്. അത് വലിയ കുഴപ്പമുണ്ടായി, വലിയ ബഹളമുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി തന്നെ ശക്തമായിട്ട് എതിർത്ത്. യൂനസിനെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ യൂനസിന് ഇനി അവിടെ നിന്ന് യൂനസ് നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ ഹിന്ദു വംശഹത്യ നടത്തിയതിൻ്റെ പേരിൽ യൂനസ് ജയിലിൽ പോകേണ്ടി വരും. അതെ, യൂനസിൻ്റെ സഹായികളൊക്കെ മുങ്ങിക്കഴിഞ്ഞു. ഹിന്ദു വംശഹത്യ നടത്തിയതിൻ്റെ പേരിൽ യൂനസ് ജയിലിൽ പോകേണ്ടി വരും. അതൊരു കാവ്യനീതിയുടെയും കൂടി ഭാഗമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയവും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജോർജ് സോറസ് പറയുന്ന നുണ നിരന്തരം വൈകാരികമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഒരു നുണ കഴിയുമ്പോൾ വേറൊരു നുണയിലേക്ക് പോവുക, ഇങ്ങനെ നുണകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ നുണകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ജനങ്ങളിൽ അവിശ്വാസം ജനിപ്പിക്കാനും അസ്വസ്ഥത സൃഷ്ടിക്കാനും അങ്ങനെ രാജ്യത്തെ തകർക്കാനും കഴിയും എന്ന് പറയുന്ന ജോർജ് സോറോസിൻ്റെ അനുയായിയായിട്ടാണ് ഈ പറഞ്ഞ മാന്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ദേശീയ പ്രസ്ഥാനമായിട്ട് രൂപപ്പെട്ടു വന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്നിപ്പോൾ ഏറ്റവും വലിയ രാജ്യദ്രോഹ രാജ്യവിരുദ്ധ പ്രസ്ഥാനമായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നതിൻ്റെ ഒരു നാശത്തിൻ്റെ അറ്റം നോക്കിയേ. എവിടെ നിന്നാണ് തുടക്കം? ദേശീയതയിൽ ഊന്നിക്കൊണ്ടാണ് തുടക്കം. ആ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് തുടക്കുമ്പോഴാണ് വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗാനമായിട്ട് വന്നത്. ആ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം രൂപപ്പെട്ടു വന്നത്. അങ്ങനെ വന്ദേ മാതരവും ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യവും അടിയുറച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ദേശീയ ബോധം ഉദ്ദീപ്തമാക്കി ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും ഉത്തേജിതരാക്കി സമരരംഗത്തിറക്കിയ ഒരു പ്രസ്ഥാനം ഈ ക്രിമിനലിൻ്റെ, നുണ പറയുന്ന ഒരുത്തനെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കാമല്ലോ, ഈ ക്രിമിനലിൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ അത് രാജ്യവിരുദ്ധ പ്രസ്ഥാനമായി മാറി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അദ്ദേഹം രാജ്യവിരുദ്ധനാണ് ശരിക്കും. ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ നാശത്തെ മുൻനിർത്തി കണ്ടിട്ട് പ്രവർത്തിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നിരന്തരം ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇദ്ദേഹം നിരന്തരം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ നേതാവിനോടും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനോടും CPM അടക്കമുള്ള കക്ഷികളുടെ പ്രതികരണം എന്താണ് എന്നുകൂടി അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. കാരണം അവരിതിനെ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കും, തീർച്ചയായിട്ടും അതിനെ സാധ്യതയുള്ളൂ. പക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവരത് പറയണം. കാരണം രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു നേതാവിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇങ്ങനെ നിരന്തരം നുണ പറയുകയും
ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയിലും ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു നേട്ടത്തിലും ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരുത്തനല്ല ഇയാൾ. പിന്നെ എന്തു ചെയ്യും? രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയിൽ നമുക്ക് ആഹ്ലാദം തോന്നണ്ടേ? അതെ, ഇയാൾക്ക് ദുഃഖമാണ് തോന്നുന്നത്. ഇത്രയും ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു പ്രതിപക്ഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരുണ്ടായെങ്കിൽ അവർ ആഹ്ലാദിച്ചിരുന്നത് റഷ്യയുടെ വിജയത്തിലായിരുന്നെങ്കിലും ഇന്ത്യ നശിച്ചു കാണണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നില്ല. AKG ആയിരുന്നല്ലോ ആദ്യത്തെ അല്ല, ഇന്ത്യ നശിച്ചു കാണണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കുകയും ഇന്ത്യയിലെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുകയും ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ നശിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുവൻ ആ കോൺഗ്രസിൻ്റെ നേതാവായി വന്ന് അസംബ്ലിയിൽ വരികയും സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പാർലമെൻറ്റിൽ വരികയും സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സത്യമാണ് പരമമായിട്ടുള്ള കാര്യമെന്ന് പ്രചരിപ്പിക്കുകയും അതിനനുസരിച്ച് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തിരുന്നൊരു കോൺഗ്രസ് നുണയാണ് അഭികാമ്യം, നാം നിരന്തരം നുണ പറയുക, അങ്ങനെ നുണ പറഞ്ഞ് ഈ രാജ്യത്തെ തകർക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇത് വളരെ ഗുരുതരമായൊരു അവസ്ഥയാണ്. ഇയാളെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ആ രാജ്യത്തിന് കോൺഗ്രസ് തകരുമെന്നുള്ള തർക്കമില്ല. കാരണം ഇന്നിപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുണ്ട്, ആസാമിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ്സിലെ അവസാനത്തെ ഹിന്ദു നേതാവും പോയി കഴിഞ്ഞു എന്ന്. കാരണം കോൺഗ്രസ് ഒരു ഇസ്ലാമിക പാർട്ടിയായി മാറിയാണ്. ആ ഇസ്ലാമിക തീവ്രവാദികളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ആ ഇസ്ലാമിക തീവ്രവാദികളും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും ഇന്ത്യ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ കയ്യാളായിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. അതുകൊണ്ട് അദ്ദേഹം ഈസ് എ ഡേഞ്ചറസ് ക്രിമിനൽ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്.